എവരിവൺ, ഈ വീഡിയോയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്ന് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെറ്റ് പോലെ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും പൊതുവിലുള്ളൊരു കൺസേൺ ആണ് എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക. ഇത് വളരെ ഫ്രീക്വൻ്റ്ലി എല്ലാവരും ആലോചിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കൺസേൺ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സെഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് പല കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജനറലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആസ് എ മൊഡ്യൂൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ഫ്രീക്വൻ്റ്ലി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ കാണാം. സോ നമ്മളുടെ തന്നെ ഇതിന് മുമ്പുള്ള മാരത്തൺ വീഡിയോസിലും അല്ലെങ്കിൽ ടോപ്പിക്കലായിട്ടുള്ള ഡിസ്കഷൻസിലും ഒക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ചില ഏരിയാസിൻ്റെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടാവും. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഏരിയാസ്, അപ്പോൾ അതിൽ എന്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ അതിലൂടെ കിട്ടും. ആൻഡ് ഓൾസോ ഓഫ് കോഴ്സ് ഓരോ എക്സാമിലും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ട്രഡീഷണലി അല്ലെങ്കിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയാസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങളും ഓരോ എക്സാമിലും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു ട്രെൻഡാണ്. സോ ആ രീതിയിൽ ഈ റീസെൻ്റ് എക്സാമിൽ എന്തൊക്കെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പുതുതായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള മേഖലകൾ എന്തൊക്കെയാണ്, ഇതുകൂടെ മനസ്സിലാക്കാനായിട്ട് ഈ സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. Which of the following assessment types would require to carry out an activity or produce a product in order to demonstrate learning? സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, പേപ്പർ 1ൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു 7-8 ദിവസങ്ങൾ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ സിലബസുകാർക്കും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലുള്ള ആളുകൾക്കും പേപ്പർ 1 കോമൺ സിലബസ് ആണ്. ഇതും പല ആളുകളും ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സബ്ജക്ട്സിനും സെയിം ആയിട്ടുള്ള സിലബസ് ആണോ, സെയിം ജനറൽ പേപ്പർ ആണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ NDA UGC നെറ്റ് ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് സിമിലർ ആണ്. പേപ്പർ 1 എല്ലാവരും ഒരേ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഷിഫ്റ്റുകൾ എക്സാം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞതുപോലെ 7-8 ദിവസങ്ങൾ എക്സാം വരുമ്പോൾ അതിൻ്റെ ഓരോ ഷിഫ്റ്റിലും പേപ്പർ 1 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ പല പല ഷിഫ്റ്റുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റ് എന്ന് മാത്രമല്ല, നമുക്കൊരു പേപ്പർ 1ൻ്റെ ഓവർവ്യൂ എപ്പോഴും കിട്ടുന്നത് ഈ എൻറ്റയർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻറ്റയർ ഷിഫ്റ്റ്സ് നമ്മളൊന്ന് ഒന്നിച്ച് അനലൈസ് ചെയ്യുമ്പോഴാണ് പേപ്പർ 1 എന്താണ്, അതിൻ്റെ ട്രെൻഡ് എന്താണെന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സ്പെസിഫിക്കലി ഈ ഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ എടുത്തിട്ട് അതിൽ നിന്ന് വളരെ സ്പെസിഫിക്കലി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് which of the following assessment types would require to carry out an activity or produce a product in order to demonstrate learning? അപ്പോൾ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലേണർ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലുള്ള അസസ്മെൻറ്റിനെ എന്ത് വിളിക്കും? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വി ഹാവ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ദെൻ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഇസ് ഓപ്ഷൻ ബി, ദെൻ പെർഫോമൻസ് അസസ്മെൻറ്റ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിനകത്ത് നമ്മൾ ജനറലി ഈ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മളൊരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ ഒരു കോഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന രീതിയിലുള്ള അസസ്മെൻറ്റുകളെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റുകൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ, ആ എൻറ്റയർ ലേണിംഗ് പ്രോസസ്സിനെ ഒന്ന് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട ഫീഡ്ബാക്ക്സ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലേണിംഗ് മോട്ടിവേഷൻ അതിൽ നിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെൻറ്റ്, ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ജനറലി ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കുട്ടികളുടെ പല തരത്തിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സ്റ്റുഡൻറ്റ് വർക്ക്സ് നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ പ്രോഗ്രസ് എന്താണ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്.
പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലേണറുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന വർക്ക്സിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ആ വർക്ക്സ് എല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്ത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അനലൈസ് ചെയ്ത് അവരുടെ ഒരു പ്രോഗ്രസ് അനലൈസ് ചെയ്യാനായിട്ട് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്സ് ഹെൽപ്ഫുൾ ആണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഒരു പെർട്ടിക്കുലർ കോഴ്സിൻ്റെ അവസാനമൊക്കെ നടത്തുന്ന എക്സാമാണ്. ഇപ്പോൾ ഒരു എൻറ്റയർ കോഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫൈനൽ എക്സാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെമിസ്റ്റർ അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി തീരുന്ന സമയത്ത് നമ്മൾ നടത്തി ബോർഡ് എക്സാമുകളൊക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അവിടെ സ്പെസിഫിക്കലി നമ്മൾ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനൊരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ കോഴ്സ് കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അസസ്മെൻറ്റുകളാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് പ്രൈമറിലി നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ലേണേഴ്സിന് ഗ്രേഡ്സ് അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് വരാം. ഈ പെർഫോമൻസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ലേണിങ്ങിനെ അസസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഒരു കാര്യം പെർട്ടിക്കുലർലി ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യം അവർക്ക് കറക്റ്റായി മനസ്സിലായോ എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് നമ്മൾ അവർക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് അവർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിബേറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലെസൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞു, അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സിലൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഡിബേറ്റ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി അവർ പെർഫോം ചെയ്യുന്നതിലൂടെ അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കിലായിരിക്കും ഡിബേറ്റ് നടത്താം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ കാര്യം അവർക്ക് എന്തുമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു വന്നേ. Which of the following assessment types would require to carry out an activity or produce a product in order to demonstrate learning? Of course, അത് എന്തായിട്ട് റിലേറ്റഡ് ആണ്? പെർഫോമൻസ് അല്ലേ? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അതിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ അവരുടെ ലേണിംഗ് അസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഈസ് പെർഫോമൻസ് അസസ്മെൻറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Moving to the next question. Which of the following is true regarding extrinsic motivation? സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ലേണിംഗ് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലേണറിൻ്റെ മോട്ടിവേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ തന്നെ ജനറലി 2 ടൈപ്പ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. എന്താ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും തമ്മിലുള്ള വ്യത്യാസം? ഈ മോട്ടിവേഷൻ തന്നെ 2 രീതിയിലുണ്ടാകും. അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും അതിനകത്ത് നിന്ന് ഒരു റിവാർഡ് കിട്ടുന്നത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേർണൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് കൊണ്ടോ ആവണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താ? ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ നമുക്ക് അതിനൊരു റിവാർഡോ റീഎൻഫോഴ്സ്മെൻറ്റോ മറ്റൊരാളിൽ നിന്ന് വലിയ പ്രൈസോ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പോൾ എൻ്റെ താല്പര്യം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചില ആസ്പെക്ട്സ് ആണ്, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓൾറൈറ്റ്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ചില എക്സ്റ്റേർണൽ റിവാർഡ്സ് നമുക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കും. നമ്മുടെ ഇൻറ്റേർണലി നമുക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല. നമുക്ക് എക്സ്റ്റേർണലി ഫോർ എക്സാമ്പിൾ നമുക്കത് ചെയ്യുന്നത് കൊണ്ട് എന്താ ഇപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മണി നമുക്ക് ഒരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് റിവാർഡ് അത് ചെയ്യുന്നത് കൊണ്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് കാരണമാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ മോട്ടിവേറ്റഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ ആ മോട്ടിവേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയേ. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദി ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. It is a natural tendency to seek out personal interest. It is a natural tendency to conquer challenges. It motivates to do something when we don't need to do. All right. അപ്പോൾ
എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനെ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ബി ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ത്? ഇറ്റ് ഈസ് ദ നാച്ചുറൽ ടെൻഡൻസി ടു സീക്ക് ഔട്ട് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഇൻട്രസ്റ്റുകൾ അത് സീക്ക് ഔട്ട് ചെയ്യാനായിട്ട് എനിക്ക് നാച്ചുറലി ഒരു ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ആ ടെൻഡൻസി, എൻ്റെ ആ നാച്ചുറൽ ടെൻഡൻസിയാണ് ഒരു കാര്യം ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്ട്രിൻസിക് അല്ല, അത് ഇൻട്രിൻസിക് ആണ്. അപ്പോൾ ഈ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ടെൻഡൻസി ടു കോൺകർ ചലഞ്ചസ്. ഇപ്പോൾ നാച്ചുറലി എനിക്കിങ്ങനെ ചലഞ്ചസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുത്ത് അതൊക്കെ അങ്ങനെയുള്ള ചലഞ്ചസ് വരുമ്പോൾ അതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബി സി ഓപ്ഷൻസ് എന്തായാലും എക്സ്ട്രിൻസിക് അല്ല. ഇനി എ ഡി ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദി ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. ഇറ്റ് മോട്ടിവേറ്റ്സ് ടു ഡു സംതിങ് വെൻ വി ഡോണ്ട് നീഡ് ടു ഡു. ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉണ്ട്. ഈ ഡി ഓപ്ഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ഇറ്റ് മോട്ടിവേറ്റ്സ് ടു ഡു സംതിങ് വെൻ വി ഡോണ്ട് നീഡ് ടു ഡു. അതായത് ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ എന്താ ഫാക്ടർ എന്താ? അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് ഒന്നും സംഭവിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അഗെയിൻ. ഓപ്ഷൻ എയിലേക്ക് നോക്കിക്കേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദി ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി, ഇപ്പോൾ ആ ആക്ടിവിറ്റി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ ആക്ടിവിറ്റി അല്ലാത്ത മറ്റ് ചില ഫാക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ചെയ്യുകയാണ്. അതായത് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മറ്റ് ചില ബെനിഫിറ്റ്സ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ആക്ടിവിറ്റി ആ ആക്ടിവിറ്റി ഭയങ്കര നല്ലതായതുകൊണ്ടല്ല, ഈ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മറ്റ് ചില ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മറ്റ് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യപ്പെടുന്നു. സോ അതെന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദി ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്. അതായത് പലപ്പോഴും നമുക്ക് ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുമ്പം അവിടുത്തെ ഫോക്കസ് അത് ആക്ടിവിറ്റിയാണ്. ആ കാര്യം എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ആ കാര്യത്തോട് എനിക്കൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുക. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ആക്ടിവിറ്റി, പക്ഷേ അതർ തിങ്സ്, ഇപ്പോൾ മറ്റെന്തെങ്കിലും ഫാക്ടർ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു. സോ അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് നമ്മൾ അവിടെ കാണുക. സോ ഓഫ് കോഴ്സ് അത് എക്സ്ട്രിൻസിക് ആണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the light of cognitive domain, arrange the following classroom questions in the correct ascending order. And we have the options understanding, evaluating, analyzing, applying, remembering. So ഇതിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് റൂം ക്വസ്റ്റ്യൻസിനെ നമ്മളുടെ ഒരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയുടെ ബന്ധത്തിൽ അറേഞ്ച് ചെയ്യുക, സീക്വൻസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വളരെ സ്പെസിഫിക്കലി അവർ ഡൊമെയിൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലൂംസ് ടാക്സോണമിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബ്ലൂംസ് ടാക്സോണമി ഇത് സ്പെസിഫിക്കലി ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി റിവൈസ്ഡ് ടാക്സോണമി. അതായത് നമുക്ക് 3 ഡിഫറെൻറ്റ് ഡൊമെയിൻസ് ഉണ്ട്. നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ലേണിങ്ങുമായി ബന്ധപ്പെട്ടൊരു തലമുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നു, അപ്പോൾ അവിടെയൊക്കെ ലേണിംഗ് നടക്കുന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്കില്ല് പഠിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് 3 ഡൊമെയിൻസ് ഉണ്ട്. കൊഗ്നിറ്റീവ് ആയിട്ടുള്ളൊരു ഡൊമെയിനുണ്ട്, അഫക്റ്റീവ് ഡൊമെയിനുണ്ട്, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ്. മൂന്നാമത് സൈക്കോമോട്ടർ ഡൊമെയിൻ, അവിടെയാണ് നമ്മുടെ സ്കിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. സോ ഇവിടെ സ്പെസിഫിക്കലി ഈ കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഡൊമെയിനിലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ലേണിംഗ് ഔട്ട്കംസിൻ്റെ ഒരു ഹയറാർക്കിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇത് വളരെ ഫ്രീക്വൻ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലും ബ്ലൂംസ് ടാക്സോണമി ആൻഡ് റിവൈസ് ടാക്സോണമി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നത് റിമെമ്പറിങ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു സ്പെസിഫിക്, അതായത് ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കോൺസെപ്റ്റ് എന്നുള്ള കുറച്ചുകൂടി ഒരു ഹയർ ലെവലായിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു പഠനം ആരംഭിക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്താ, അവരെന്ത് പഠിച്ചാലും അത് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിൽ നമ്മളുടെ ഒരു ലേണിങ്ങോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കംസിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് ആണ്. പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് സാധിക്കാം. അടുത്ത തലം എന്താ, റിമെമ്പറിങ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു തലമാണ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആദ്യം നമ്മൾ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ അത് മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. മനസ്സിലാക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താ, കാര്യങ്ങൾ മനസ്സിലാക്കി
ഇനിയും അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അത് മറ്റ് സിറ്റുവേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയിലേക്ക് അവർ വരുന്നു. അതിൻ്റെ അടുത്ത തലം എന്ന് പറഞ്ഞാൽ അനലൈസിങ് ആണ്. അനലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത്, അതിനെ വളരെ വ്യക്തമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വരുന്നത് അതൊരു അടുത്ത ലെവലാണ്. ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഫൈനലായിട്ടൊരു ഹയർ ലെവലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇവാലുവേറ്റിംഗ് ആണ്. ഇവാലുവേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പെർട്ടിക്കുലർ ഒരു കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ ജസ്റ്റിഫൈ ചെയ്യും. അപ്പോൾ എനിക്കൊരു പോയിന്റ് ഒരു കാര്യത്തിൽ പറയാനായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുക, അതാണ് ഇവാലുവേറ്റിംഗ്. ഒരു ലെവലിനകത്ത് മിസ്സിംഗ് ആണ്, ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യാം? We have remembering, then understanding, applying, analyzing, and finally evaluating. So EADCB, so that is the right answer, that is option A. Next question. Select the wrong statement. In Flanders system, there are 10 categories of interaction analysis. Teaching behavior is molar and not molecular. And the teaching behavior influence is aimed at both the pupil and the teacher. Teaching behavior is not like any other form of human behavior. Alright, അപ്പോൾ ഇതിനകത്ത് വളരെ ജനറൽ ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടേമുകളും നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ നമുക്കിതിനകത്ത് ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ഇൻ ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ദെയർ ആർ 10 കാറ്റഗറീസ് ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിസ്റ്റിൻ്റെ പേര് നെറ്റ് എ ഫ്ലാൻഡർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇൻറ്ററാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻകോഡിങ് ഡീകോഡിങ് ഒക്കെ എങ്ങനെ നടക്കുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഇൻറ്ററാക്ഷൻ അനാലിസിസ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് തന്നെ പല തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ക്ലാസ് റൂം ഇൻറ്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഫ്ലാൻഡേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു അനലൈസ് ഓർ ടു സ്റ്റഡി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ ക്ലാസ് റൂം വെൻ എ ടീച്ചർ ടീച്ചേഴ്സ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിലൊരു ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ശരിക്കും എന്താ ഒരു ക്ലാസ്സിൽ സംഭവിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഇൻറ്ററാക്ഷൻ. സോ ഇത് മനസ്സിലാക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്ററാക്ഷൻ അനാലിസിസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. സോ അതിനെ നമ്മൾ ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് സ്പെസിഫിക് ഇയറും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് അത്ര റെലവൻറ്റ് അല്ല, നമുക്കിതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഫ്ലാൻഡേഴ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇൻറ്ററാക്ഷൻ അനാലിസിസിൽ ചെയ്തത് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന ഈ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ വെർബൽ ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ, അതിനെ അദ്ദേഹം ഒരു 10 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു. അപ്പോൾ ഈ 10 കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അത് 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ആ 10 കാറ്റഗറീസിനെ അദ്ദേഹം തരംതിരിക്കുന്നത്. ഒരു ക്ലാസ് റൂമിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് ഇൻറ്ററാക്ഷനാണ് വരുന്നത്? ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള ടീച്ചർ ടോക്ക് ഉണ്ട് അല്ലേ, ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ടീച്ചർ ടോക്കിൻ്റെ കാറ്റഗറിയിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ആ ടീച്ചർ ടോക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ 7 കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ടോക്ക് ഉണ്ട്, ഇൻഡയറക്റ്റ് ടോക്ക് ഉണ്ട്, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ആണ് ചെയ്യുക. ഇപ്പോൾ ടീച്ചറെ നേരിട്ട് അവരോട് എന്തെങ്കിലും അവർക്ക് കോൺസെപ്റ്റ്സ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് ചില ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണിച്ച് പഠിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ടോക്ക് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇൻറ്ററാക്ഷൻ, ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇൻറ്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 7 കാറ്റഗറീസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി സ്റ്റുഡൻസിൻ്റെ ഇൻറ്ററാക്ഷൻ ഒരു ക്ലാസ്സിലുണ്ട് അല്ലേ, അതിൽ അദ്ദേഹം 2 കാറ്റഗറീസാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് 2 കാറ്റഗറീസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി സൈലൻസ് ഓർ കൺഫ്യൂഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ഈ ക്ലാസ്സിൽ ഫുൾ ടൈം ടീച്ചറോ സ്റ്റുഡൻറ്റോ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഈ സംസാരത്തിനിടയിൽ ഇൻറ്ററാക്ഷനിടയിൽ ചില പോസസ് ഉണ്ടാവാം, ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ചില സമയത്ത് അവർ രണ്ടും മിണ്ടാതിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ മുഴുവൻ 10 കാറ്റഗറീസ് ആയിട്ട് ഈ വെർബൽ ബിഹേവിയറിനെ, ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന വെർബൽ ബിഹേവിയറിനെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ അനാലിസിസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാവുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇത് കൂടുതലും നമുക്ക് സെറ്റ് എക്സാമിലൊക്കെ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ നെറ്റിൽ അങ്ങനെ അധികം ഇതിലങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട ക്ലാസ്സസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ബേസിസിൽ ഇതിനകത്ത് ഈ ഓരോ കാറ്റഗറിയും വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകാം. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ആവശ്യമില്ല. വളരെ ജനറലായിട്ട് ഫ്ലാൻറ്റേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് നമുക്ക് അറിയാമോ എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബട്ട് സ്പെസിഫിക്കലി ആ കാറ്റഗറീസിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ മുഴുവൻ 10 കാറ്റഗറീസ് ആണ്. സോ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇൻ ഫ്ലാൻറ്റേഴ്സ് സിസ്റ്റം ദർ ആർ 10 കാറ്റഗറീസ് ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫ്ലാൻറ്റേഴ്സിൻ്റെ സിസ്റ്റത്തിൽ 10 കാറ്റഗറീസ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അത് ഇതിന് ആൻസർ ആയിട്ട് വരില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ശരിയാണെങ്കിൽ തന്നെ അത് ആൻസറിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും നമുക്ക് ആൻസറിൽ വരില്ല. അപ്പോൾ തന്നെ എ ബി ഓപ്ഷൻസ് കോമ്പിനേഷൻ എന്താ, എ ആൻഡ് ബി, എ ആൻഡ് സി. ആ 2 ഓപ്ഷൻസും ആൻസർ ആവില്ല എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വന്നു. ഇനി സി ഡി ഓപ്ഷൻസിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ഈ സി ഡി ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് രണ്ടിലും ബി എന്ന് പറയുന്ന ഓപ്ഷൻ കോമൺ ആണ്. ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ടീച്ചിങ് ബിഹേവിയർ ഇസ് മോളാർ ആൻഡ് നോട്ട് മോളിക്യുലർ. അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുന്നത് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സാണ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത്. ടീച്ചിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിന് ആവശ്യമായിട്ട് ജനറലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില മേഖലകളും ടീച്ചിങ്ങിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റ്, അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ബി റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടീച്ചിങ് ബിഹേവിയർ ഇസ് ബോത്ത് മോളാർ ആൻഡ് മോളിക്യുലാർ എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. റോങ് ആയതുകൊണ്ട് തന്നെ അത് ആൻസർ ആവണം. കാരണം റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി സി ഡി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇൻ ദ ടീച്ചിങ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ഇസ് എയിംഡ് അറ്റ് ബോത്ത് ദ പ്യൂപ്പിൾ ആൻഡ് ദ ടീച്ചർ. ഓപ്ഷൻ ശരിയാണോ? ശരിയാണ്. ടീച്ചിങ് ബിഹേവിയറിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ഇൻറ്ററാക്ഷനാണ്, നമ്മൾ ഫ്ലാൻറ്റേഴ്സ് ഇൻറ്ററാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ടീച്ചിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ ഒരു കുട്ടീനെ, ഒരു സ്റ്റുഡൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്റ്റുഡൻസിനും ആക്ച്വലി തിരിച്ച് ടീച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഒരു 2-വേ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ബോത്ത് ദ വേസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ ദ ടീച്ചിങ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ഇസ് എയിംഡ് അറ്റ് ബോത്ത് ദ പീപ്പിൾ ആൻഡ് ദ ടീച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി റൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻസർ ആയിട്ട് പരിഗണിക്കാൻ പറ്റോ? ഇല്ല. കാരണം റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓപ്ഷൻ ഡിയിലേക്ക് വരാം. ടീച്ചിങ് ബിഹേവിയർ ഇസ് നോട്ട് ലൈക്ക് എനി അതർ ഫോം ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുന്നത് മറ്റുള്ള ഹ്യൂമൻ ബിഹേവിയർ പോലെ ഒന്നും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷനും ആക്ച്വലി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ടീച്ചിങ് ബിഹേവിയറിൽ നമുക്കിപ്പോൾ ഒരു പെഡഗോജി അല്ലെങ്കിൽ എങ്ങനെ ടീച്ച് ചെയ്യണം, അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും ഒരു ഫോർമാറ്റൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മറ്റുള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ പോലെ തന്നെ ഇതിനകത്തും അതിനോട് റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ നമ്മൾ മറ്റുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ആസ്പെക്ട്സും ടീച്ചിങ്ങിൽ ആക്ച്വലി ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ ടീച്ചിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാക്കിയുള്ള നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ബന്ധവുമില്ലാത്ത, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ അവരോട് എഫക്റ്റീവായിട്ട് നമ്മൾ അവരോട് ഇടപെടുക, അല്ലെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെ ഓരോ ആസ്പെക്ട്സ് ഉണ്ട്. അത് ബാക്കിയുള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ടീച്ചിങ് ബിഹേവിയർ ഇസ് നോട്ട് ലൈക്ക് എനി അതർ ഫോം ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ടീച്ചിങ് ബിഹേവിയറിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് കംപ്ലീറ്റ്ലി ബാക്കിയുള്ള ഹ്യൂമൻ ബിഹേവിയറിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻ ദാറ്റ് സെൻസ് ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് തെറ്റാവുന്നത്? ബി തെറ്റാണ്, ഡി തെറ്റാണ്. ഓൾറൈറ്റ്, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് ചില മെൻ്റൽ അപ്രോച്ചസ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സ്, ഈ ഓരോ മെൻ്റൽ അപ്രോച്ചിൻ്റെയും ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് കൊഗ്നിറ്റീവ് ഡൊമെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള ഡിഫറെൻറ്റ് ലെവൽസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത ചില ഓപ്ഷൻസ് ആണ് ശരിക്കും നിങ്ങൾക്ക് ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡിങ്, നോളജ്, ക്രിയേറ്റിവിറ്റി, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇതിൽ എന്ത് മെൻ്റൽ അപ്രോച്ച് നടക്കുന്നതിൻ്റെ ഔട്ട്കം ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓൾറൈറ്റ്,
നമുക്ക് ജസ്റ്റ് ഓരോന്നും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട് റീകോൾ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഈ റീകോൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്റ്റഡാണ്? റീകോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കും, അതാണ് റീകോൾ. റീകോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിച്ചു പിന്നെ അത് വീണ്ടും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ റീകോൾ എന്ന് വിളിക്കുന്നത്. സോ ഈ റീകോൾ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? എഗെയിൻ ഇഫ് യു കണക്ട് ദിസ് ടു ദി ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമി. ഇതിനു മുമ്പ് നമ്മൾ കോഗ്നിറ്റീവ് ഡൊമെയിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിവൈസ് ടാക്സോണമിയിൽ ആദ്യം വരുന്ന ലെവലായിട്ട് നമ്മൾ പറഞ്ഞത് റിമെമ്പറിംഗ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിൽ ട്രഡീഷണലായിട്ട് ബെഞ്ചമിൻ എസ് ബ്ലൂം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഈ റിമെമ്പറിങ്ങിനോട് അപ്രോപ്രിയേറ്റ് ചെയ്ത് അദ്ദേഹം ഉപയോഗിച്ച ടേമാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ റീകോൾ എന്ന് പറഞ്ഞാൽ അത് റിമെമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. സോ ആ റിമെമ്പറിങ്ങിനോട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമിയിലെ ടേമാണ് നോളജ് എന്ന് പറയുന്നത്. സോ എ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. ഇനി അടുത്തത് നോക്കിയാൽ ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് സെൻസിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു കാര്യം നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ സ്പെസിഫിക്കലി ഉള്ള ഡിഫറൻസസ് എന്താണ്, അതിനകത്തെ കൃത്യമായിട്ട് അതിൻ്റെ ജനറലായിട്ട് സിമിലാരിറ്റീസ് എന്താ, ഡിഫറൻസസ് എന്താ, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വൃത്തിയായി മനസ്സിലായാലേ നമുക്ക് അതെങ്ങനെ മറ്റൊരു കാര്യത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ മറ്റൊരു കാര്യത്തോട് സിമിലർ ആയിരിക്കുന്നു, ഇതിനകത്ത് തന്നെ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓവറോൾ ഒരു ഐഡിയ ഉള്ളപ്പോൾ അതിനകത്തെ ഓരോ എലമെൻറ്റും എന്താണെന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ആ ഡിഫറൻസസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ ഡിസ്ക്രിമിനേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇനി സി ഡി ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ സി ഡി ഓപ്ഷൻസിൽ നമുക്ക് ഹൈപ്പോതെസിസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എങ്ങനെ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. സോ ഹൈപ്പോതെസിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് അല്ലേ. ഹൈപ്പോതെസിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു ഹൈപ്പോതെസിസ് ഉണ്ടാക്കും, അതൊരു സ്പെസിഫിക് കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റവും അപ്രോപ്രിയേറ്റ്ലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. C4 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ റിസർച്ചിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, അതിനെ ഒരു സ്പെസിഫിക് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനെ ആ പറഞ്ഞിരിക്കുന്ന ജനറൽ കോൺസെപ്റ്റ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ഈ ഹൈപ്പോതെസിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ആപ്ലിക്കേഷൻ ആണ്. സോ C ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4. അപ്പോൾ ഇവാലുവേഷൻ ഇനി ബാക്കി ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇവാലുവേഷൻ നമുക്ക് ഇതിനകത്ത് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ളതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്, പുതുതായി ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ആശയമാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ്ലി ഉള്ള ഓപ്ഷൻസിൽ നമുക്ക് ഇവാലുവേഷൻ കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതായത് ഒരു കാര്യം ഇവാലുവേറ്റ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവാലുവേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ടൊരു നെക്സ്റ്റ് ലെവലിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും സിന്തസൈസ് ചെയ്ത് വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് D3 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അത് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള നിലയ്ക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിൻ്റെ റൈറ്റ് കോമ്പിനേഷൻ എന്താ, A2 ആണ്, D1, C4 ആൻഡ് D3, ദാറ്റ് ഈസ് ഓപ്ഷൻ B. അടുത്ത ചോദ്യം, when a teacher uses lecture method then. അപ്പോൾ ഈ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ലെക്ചർ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോമൺലി ലെക്ചർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ വരുന്നു, ടീച്ചർ കാര്യങ്ങൾ എന്താണോ പഠിപ്പിക്കാനുള്ളത് ടീച്ചർ ലെക്ചർ കൊടുക്കുന്നു. അപ്പോൾ ടീച്ചർ അവിടെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ് ടീച്ചിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ടാസ്ക്. ഓപ്ഷൻസ് നോക്കാം. It provides new information to the students. It provides original research to the students which are generally not found in textbooks. Then it can dramatize important concepts and share personal insights. It is less effective method for promoting thought and changing students' attitudes. It deals with critical analysis and problem solving. So, here a question actually
കുറച്ച് ജെൻഡർ സെൻസിലുള്ളൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇതിന്ന് റൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഒറ്റ നോട്ടിൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിൽ എങ്ങനെ റൈറ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഓപ്ഷൻസ് നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പായിട്ട് ലെക്ചർ മെത്തേഡിൻ്റെ ഭാഗമായിട്ട് വരാത്ത ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആൻസറിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യത കുറച്ചുകൂടി ഉണ്ടാവും തോന്നും. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കി, ഡീൽസ് വിത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ ക്രിട്ടിക്കൽ അനാലിസിസ് പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിൻ്റെ റിസൾട്ടായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്. ഇവിടെ കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ്ങിനുള്ള എബിലിറ്റി കൂട്ടിക്കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ കൂടുതലാക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ലെക്ചർ മെത്തേഡിനുള്ളത്. ലെക്ചർ മെത്തേഡിൽ എന്താ ചെയ്യുക, അവർക്ക് കൃത്യമായിട്ട് ഫാക്ട്സ്, ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുന്നു, പുതിയ ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലെക്ചർ മെത്തേഡിൻ്റെ ഉദ്ദേശം. അല്ലാതെ അതിനകത്ത് അവർ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില ടാസ്കുകൾ കൊടുക്കുക, ഇതല്ല ലെക്ചർ മെത്തേഡിൽ സംഭവിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാലും ആൻസറിൽ നമുക്ക് പരിഗണിക്കേണ്ടാത്ത ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഓപ്ഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ കോമ്പിനേഷൻസ് നോക്കിയാൽ BCD കോമ്പിനേഷൻസിൽ നമുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ 3 കോമ്പിനേഷൻസ് ഒഴിവാക്കാം ആൻഡ് വി ക്യാൻ റൈറ്റ്ലി ലാൻഡ് ടു ദ റൈറ്റ് ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ABC ഓപ്ഷൻസ് ആണ്. ഇനി നമുക്കിത് ഓരോ ഓപ്ഷൻസ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ജനറലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് എത്തുക. കാരണം പലപ്പോഴും ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തരും, നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും, ഇത് വരുമോ വരില്ലയോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ദ ബെസ്റ്റ് മെത്തേഡ് ഇസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരില്ല എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് വരാം. അതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. സോ ഇതിനകത്ത് ബാക്കി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഇൻഫർമേഷൻ ടു ദ സ്റ്റുഡൻസ്, റൈറ്റ് ആണ്. പുതിയ ഇൻഫർമേഷൻ ലെക്ചർ മെത്തേഡിലൂടെ കൊടുക്കാൻ സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഒറിജിനൽ റിസർച്ച് ടു ദ സ്റ്റുഡൻസ് വിച്ച് ഇസ് ജനറലി നോട്ട് ഫൗണ്ട് ഇൻ ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ശരിക്കും ലെക്ചർ മെത്തേഡിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ടീച്ചർ അവർക്ക് ജനറലി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അവർക്ക് വായിച്ച് പഠിക്കാവുന്നതുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഒറിജിനൽ ആയിട്ടുള്ള റിസർച്ചിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചറിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയാസ് അവരിലേക്ക് എത്തിക്കുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് ന്യൂ ഇൻഫർമേഷൻ എന്നൊരു കോൺസെപ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. യു ക്യാൻ ഡ്രമറ്റൈസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഷെയർ പേഴ്സണൽ ഇൻസൈറ്റ്സ്. ഓഫ് കോഴ്സ് ലെക്ചർ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകളോട് അനുബന്ധിച്ച് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ്, ഇൻസൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ കുറച്ചുകൂടെ അവർക്ക് വ്യക്തമാവുന്ന രീതിയിൽ അതിനെ ഒന്ന് എംഫസൈസ് ചെയ്ത് ഡ്രമറ്റൈസ് ചെയ്ത് പറയുക, ഇതൊക്കെ ലെക്ചർ മെത്തേഡിൽ പോസിബിൾ ആണ്. ഈ ഓപ്ഷൻ വരില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡി ഓപ്ഷൻ്റെ പ്രോബ്ലം എന്താ, ഇറ്റ് ഇസ് ലെസ് ഇഫക്റ്റീവ് മെത്തേഡ് ഫോർ പ്രൊമോട്ടിംഗ് തോട്ട് ആൻഡ് ചേഞ്ചിങ് സ്റ്റുഡൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്. അത് നമുക്ക് തന്നെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ, അവരുടെ തോട്ട് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് വളരെ അല്ലെങ്കിൽ ലെസ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് ജനറലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓപ്ഷൻ ഇവിടെ വരാത്തത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A, B ആൻഡ് C ഉള്ളി. അടുത്ത ചോദ്യം. സോ ഈ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഫോക്കസിങ് ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ്, ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. മെമ്മറി ആൻഡ് റീസണിങ് ഒബ്ജക്റ്റീവ്സ്, ടെക്നീക്സ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലേണിംഗ് എൻവയൺമെൻറ്റ്, എ ഫിലോസഫി അബൌട്ട് ഹൗ ടു റിലേറ്റ് ടു അതേഴ്സ്. ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, കൊളാബറേഷൻ, അഫക്റ്റീവ് ഡൊമെയിൻ, കൊഗ്നിറ്റീവ് ഡൊമെയിൻ. സോ ഇതിനകത്ത് ഈ അഫക്റ്റീവ് കൊഗ്നിറ്റീവ് ഡൊമെയിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് മേഖലകൾ അല്ലെങ്കിൽ ഡൊമെയിൻസ്. കൊഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, സൈക്കോമോട്ടർ ഉണ്ട്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, കൊഗ്നിറ്റീവ് ഡൊമെയിനിൽ പ്രൈമറിലി നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസ്, നമ്മുടെ റിമെമ്പറിങ്, റീസണിങ്, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അനലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെയാണ് കൊഗ്നിറ്റീവ് ഡൊമെയിനോട് അസോസിയേറ്റഡ് എന്ന് ഓൾറെഡി 1-2 ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡി ഓപ്ഷൻ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ, ദാറ്റ് ഇസ് ഓപ്ഷൻ 2 അല്ലേ, മെമ്മറി ആൻഡ് റീസണിങ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ D2 ആണെന്ന് അനലൈസ് ചെയ്താൽ തന്നെ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. D2 എന്നുള്ള ഒരൊറ്റ കോമ്പിനേഷനെ നമുക്ക് ഈ ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. അഫക്റ്റീവ് ഡൊമെയിൻ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അവർ ഇമോഷൻസ്, അവർ ഫീലിങ്സ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് അവിടെ വരാം. അപ്പോൾ C എന്തായിട്ട് അസോസിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് ഫോക്കസിങ് ഓൺ ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിങ്സ്. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നോക്കിയാൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, കൊലാബറേഷൻ. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ലേണേഴ്സിന് പഠിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീക്കുകളെയാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. എന്തിനും നമ്മളൊരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് നടത്തണം. അത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നല്ലൊരു ലേണിംഗ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ A3 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ടെക്നീക്സ് യൂസ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലേണിംഗ് എൻവയൺമെൻറ്റ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത് എന്താ? കുട്ടികൾ ഒന്നിച്ചിരുന്നു ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർക്കൊരു ഗോൾ ഉണ്ടാവും, ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടാസ്ക് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് ഈ കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൊളാബറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ, അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ കൊളാബറേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4 അല്ലേ? A philosophy about how to relate to others. അപ്പോൾ classroom management, that is option 3, techniques used to maintain a healthy learning environment. Collaboration is option 4, a philosophy about how to relate to others. Affective domain is associated with option 1, objectives focusing on attitudes and feelings. Cognitive domain is associated with option 2, memory and reasoning objectives. So A3, B4, C1, D2, that is option A. Moving to the next question. സോ നമുക്ക് ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചില ലേണിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ചില ലേണർ ടൈപ്സ് നമുക്ക് ലിസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലേണിംഗ് സ്റ്റൈൽസിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കിയാലോ. കൺവെർജൻറ്റ്, ഡൈവർജൻറ്റ്, അസിമിലേഷൻ, അക്കോമഡേറ്റീവ്, അങ്ങനെയാണ് 4 ഓപ്ഷൻസ് ലേണിംഗ് സ്റ്റൈൽസിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റൈൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റിംഗ് തിയററ്റിക്കൽ മോഡൽ, practical application of ideas, carrying out plans and tasks that involve students in new experiences, imaginative ability and generation of ideas. അപ്പോൾ എന്താണ് ഈ ഓരോ ലേണിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ ഈ ഓരോ ലേണർ ടൈപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കണം. അപ്പോൾ ഈ കൺവെർജൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൺവേർജേഴ്സ് ആയിട്ടുള്ള കൺവേർജർ എന്ന് പറയുന്ന ലേണേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സ്കില്ലെന്ന് പറഞ്ഞാൽ they're skilled at applying ideas and principles in practical situations. അപ്പോൾ അവർ പഠിച്ചിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള സ്കില്ലുകളെ വളരെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ലേണേഴ്സിനെയാണ് നമ്മൾ ഈ കൺവേർജേഴ്സ് എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലേണിംഗ് സ്റ്റൈലിനെയാണ് നമ്മൾ കൺവെർജൻറ്റ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർ പഠിച്ച കാര്യങ്ങൾ, അവർ പഠിച്ച സ്കില്ലുകൾ, അപ്പോൾ അവർ ടെക്നിക്കലായിട്ടുള്ള ടാസ്കുകളൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാസ്കുകളാണ് ഈ ഒരു ലേണിംഗ് സ്റ്റൈൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഐഡിയ പഠിക്കുന്നു, ആ ഐഡിയയിൽ ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ടാസ്കുകൾ എന്താ ചെയ്യുന്നത്, ഒരു ഐഡിയ ഉണ്ട് കയ്യിൽ, അതിനെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിനാരിയോയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കൺവെർജൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏത് ഓപ്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഓപ്ഷൻ 2 അല്ലേ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ്. അടുത്ത ഓപ്ഷൻ ഡൈവർജൻറ്റ്. ഡൈവർജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡൈവേജേഴ്സ് അല്ലെങ്കിൽ ഡൈവർജൻറ്റ് ലേണിംഗ് സ്റ്റൈലിൽ നമ്മൾ പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്ന കാര്യം ഇമാജിനേഷനാണ്. അതായത് ഡൈവേജേഴ്സ് ആയിട്ടുള്ള ലേണേഴ്സ് അവർ കുറച്ചുകൂടി ഇമാജിനേറ്റീവ് ആയിരിക്കും. ദേ ആർ ഗുഡ് അറ്റ് ബ്രെയിൻ സ്റ്റോമിങ്, അതായത് ഇങ്ങനെ ആലോചിച്ച് പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഓൾസോ ഇങ്ങനെ ഇവർക്ക് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ഇമാജിനേറ്റീവ് ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ട് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇമാജിനേറ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഇമാജിനേറ്റീവ് എബിലിറ്റി ആൻഡ് ജനറേഷൻ ഓഫ് ഐഡിയാസ്. അപ്പോൾ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയിട്ടുണ്ട്, എന്നാലും നമുക്കത് ഓരോന്നും എന്താണ്, ആ ലേണിംഗ് സ്റ്റൈൽസ് എന്താണെന്നുള്ളത് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് അസിമിലേഷൻ ആണ്. അപ്പോൾ ഈ അസിമിലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഫോക്കസ് ഓൺ ലോജിക്. അവർ ലോജിക്കിലായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുക. അതായത് ഇങ്ങനെ ലോജിക്കലി ചിന്തിച്ച് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കും. ആൻഡ് അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് അവർക്കിങ്ങനെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു തിയറി എന്ന് പറയുമ്പോഴത്തേന് എന്താ, ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്ന കോൺസെപ്റ്റ് അല്ലല്ലോ, നമ്മൾ കുറച്ച് തിയറിറ്റിക്കലായിട്ട് അതിനെ ലോജിക്കലി ആലോചിച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ബേസിക്കലി പറഞ്ഞാൽ അസിമിലേഷൻ എന്ന് പറഞ്ഞ ലേണിംഗ് സ്റ്റൈലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഓപ്ഷൻ 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, ക്രിയേറ്റിംഗ് തിയറിറ്റിക്കൽ മോഡൽ. ഇനി അക്കോമഡേറ്റീവ് ആണ്. അക്കോമഡേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കോമഡേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
they are hands-on learners ആണ്, and they rely more on intuition and they enjoy new challenges. ഇപ്പം അവർക്ക് എന്താ ഒരു കാര്യം അവർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതവർ ചെയ്യും, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് പുതിയ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്തായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ക്യാരിയിങ് ഔട്ട് പ്ലാൻസ് ആൻഡ് ടാസ്ക് ദാറ്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ന്യൂ എക്സ്പീരിയൻസസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവർ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ലേണേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ലേണിംഗ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കോമഡേറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് പുതിയ എക്സ്പീരിയൻസസ് അവർക്ക് കിട്ടാനായിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസസിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യുക. സോ ദേ ക്യാൻ ക്യാരി ഔട്ട് പ്ലാൻസ് ആൻഡ് ടാസ്ക് ദാറ്റ് ഇൻവോൾവ്സ് ന്യൂ എക്സ്പീരിയൻസസ്. സോ ഡി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. അപ്പോൾ A2, B4, C1, D3 ആണ് റൈറ്റ് കോമ്പിനേഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ C. അടുത്ത ചോദ്യം. നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ഫ്രം എറിക്സൺസ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എറിക്സൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഈ തിയറി ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പല സെഷൻസിലും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എറിക്സൻ്റെ തിയറിയിൽ നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു ഓവർവ്യൂ ഉണ്ട്. ഇതിന് മുമ്പ് നമ്മളിത് ഡീൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബട്ട് ഈ ക്വസ്റ്റിൽ സ്പെസിഫിക്കലി എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയാം. ആൻഡ് ഓൾസോ അതിൻ്റെ സ്പെസിഫിക്കലി നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും പറഞ്ഞു പോകും. അപ്പോൾ എറിക്സൻ്റെ ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അദ്ദേഹം പറയുന്നത് നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏകദേശം 8ഓളം സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ 8 സ്റ്റേജസിലും നമുക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ആ കോൺഫ്ലിക്റ്റുകൾ കൃത്യമായിട്ട് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പം ജനിച്ചൊരു കുട്ടി, ഒരു ഇൻഫൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ ഒരു 18 മാസം വരെയുള്ള സമയത്ത് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഇതിൽ ഏതെങ്കിലും മേഖലയിൽ കുറവ് വന്നാൽ അത് അവരുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർക്ക് കൂടുതൽ അവരാരാണോ കൂടുതൽ അവർ കെയർ ഗിവേഴ്സ് ആരാണോ ദേ ഹാവ് ടു ബി വെരി ലവിങ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അഫെക്ഷൻ കൊടുക്കണം. അപ്പോൾ അവർക്കൊരു കൈൻഡ് ഓഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലെ കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഓരോ സ്റ്റേജസിലും അത് കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വേർച്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നല്ല നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹോപ്പ്, വിൽ, പർപ്പസ് എന്നൊക്കെ നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഈ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. ഇപ്പോൾ വളരെ ഇപ്പോൾ ജനിച്ചൊരു കുട്ടി 18 മാസം വരെ ആ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫീഡിങ് മാത്രമാണ്, അല്ലേ? പിന്നെ ഏർലി ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി അവർ ടോയ്ലറ്റ് ട്രെയിനിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ആ സമയത്ത് അവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രാജുവലി അത് അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ പ്രീ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവർ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അത്ര നാൾ അവർ വീട്ടിലൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവർ പ്രീ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവരെന്താ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്കൂൾ ഏജിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. കാരണം അവിടെ കുട്ടികൾ പുതിയ ഡിമാൻഡ്സ്, അല്ലെങ്കിൽ സോഷ്യൽ അതുപോലെ തന്നെ അക്കാഡമിക് ഡിമാൻഡ്സ് വരുന്നു. അപ്പോൾ അത് അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെയാണ് ബേസിക്കലി. അത് പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇൻഫീരിയോറിറ്റി ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് അവർക്ക് ബേസിക് കോൺഫ്ലിക്റ്റ്. ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. അഡോളസൻസിലേക്ക് വരുമ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്സ് ആയി, പിയർ ഗ്രൂപ്പുകളൊക്കെ ആയി, അവരുടെ കൂടെയുള്ള ആളുകളുമായിട്ട് അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ക്രിയേറ്റഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അവർക്ക് എന്താ വേണ്ട, അവരാരാണ്, എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ പോകും. ദെൻ വി ഹാവ് റിലേഷൻഷിപ്സ് ഇൻ ദി യങ് അഡൽഹുഡ്. ഈ യങ് അഡൽഹുഡ്, മിഡിൽ അഡൽഹുഡിൻ്റെ ഏജ് ഗ്രൂപ്പിൽ പല റെഫറൻസസിലും ചെറിയ വേരിയേഷൻസ് കാണാറുണ്ട്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ യങ് അഡൽഹുഡ് ചില റെഫറൻസസിൽ ഒരു 20s അങ്ങനെയൊക്കെയാണ് അവർ കൊടുക്കാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ 19 to 40 എന്നുള്ളത് ചില റെഫറൻസസിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഏതാണോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ യങ് അഡൽഹുഡിൽ വിൽ ബി ഹാവിങ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആ സമയത്തായിരിക്കും നമുക്ക് നല്ല നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ലവിങ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാകുന്നത്. മിഡിൽ അഡൽഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും വർക്ക് ആൻഡ് പേരൻറ്ഹുഡാണ്. ആ സമയത്ത് കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ജനറലി ആൾക്കാർ ഇൻവോൾവ് ആവുക. പിന്നെ നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജിലേക്കൊക്കെ വരുമ്പോൾ, ദാറ്റ് ഈസ് വെൻ വി അറ്റെയിൻ ദ സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി. ആ സമയത്ത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? റിഫ്ലക്ഷൻ ഓൺ ലൈഫ്. നമ്മൾ സോഫ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും.
അപ്പോൾ അത് നമുക്ക് വളരെയധികം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു ആൻ ഈഗോ ഇൻറ്റഗ്രിറ്റി ലൈക്ക് ഓക്കെ ഐ ഹാവ് അച്ചീവ്ഡ് സോ മച്ച് എന്നുള്ളൊരു ഐഡിയ തോന്നും. ഇല്ലെന്നുണ്ടെങ്കിൽ വി ഫീൽ വെരി ഡെസ്പയർ അബൌട്ട് ഇറ്റ്, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വേസ്റ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എറിക്സന്റെ ഈ സ്റ്റേജസിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സിനെ സീക്വൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ ടോയ്ലറ്റ് ട്രെയിനിങ്, ഫീഡിങ്, റിഫ്ലക്ഷൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓൺ വൺസ് ലൈഫ്, ലവ് റിലേഷൻ, പിയർ റിലേഷൻഷിപ്സ്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഇവൻറ്റ് എന്താ? ഫീഡിങ് ആണ് അല്ലേ? ഫീഡിങ് ആണ് ഏറ്റവും ആദ്യത്തെ ഇവൻറ്റ്. പിന്നെ വരുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ആ 8 സ്റ്റേജസിൽ അടുത്തത് വരുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ പിന്നെ വരാൻ സാധ്യതയുള്ളത് ഏതാ? പിയർ റിലേഷൻഷിപ്പ് ആണ്. ഇപ്പോൾ അഡോളസൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ വന്നു. അപ്പോൾ പിയർ റിലേഷൻഷിപ്പിലേക്ക് അവർ വരുന്നു. അതിനുശേഷം അവർ യങ് അഡൽഹുഡിലേക്ക് വരുന്നു. അപ്പോൾ ലവ് റിലേഷൻഷിപ്സിലേക്ക് വരുന്നു, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുന്നു. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ആൻഡ് ഫൈനലി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും അവസാനം ആൻഡ് ഓഫ് കോഴ്സ് ആ 8 സ്റ്റേജസിൽ ഏറ്റവും അവസാനത്തെ ഇവൻറ്റ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ഇവൻ്റ് ആണ്. ദാറ്റ് ഇസ് reflections and acceptance on one's life. So that is BAEDC, that is option C. So the right answer is option C itself. Moving to the next question, ഇതാണ് നമ്മളുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സോ ലിസ്റ്റ് 1 നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ് വന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അസസ്മെൻറ്റ് ലിറ്ററസി എന്താണ്, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ലിറ്ററസി എന്നാണ് ലിസ്റ്റ് 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? ലിസ്റ്റ് 1 നമുക്ക് സ്പെസിഫിക് ടൈപ്സ് ഓഫ് നോളജ് ആണ്. ഈ നോളജ് എല്ലാം അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നോളജാണ്. ഇപ്പോൾ നമ്മളൊരു അസസ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആ അസസ്മെൻറ്റ് നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട അറിവുകളാണ് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. ആൻഡ് ആ ഓരോ ടൈപ്പ് ഓഫ് നോളജും അസസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് നോളജും എന്ത് ആസ്പെക്റ്റിനോടാണ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ അസസ്മെൻറ്റ് നടത്തണം എന്നുള്ളതിനെ പറ്റിയുള്ള അറിവാണ്. അപ്പോൾ ആ അസസ്മെൻറ്റ് ലിറ്ററസിയുടെ ഏത് ആസ്പെക്റ്റിനോടാണ് ഈ ഓരോ ടൈപ്പ് ഓഫ് നോളജും അസോസിയേറ്റഡ് ആയിരിക്കുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ? ദ പർപ്പസ് ഓഫ് അസസ്മെൻ്റ് ആണ്. പർപ്പസ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസസ്മെൻറ്റ് നടത്തുന്നതിൻ്റെ വൈ ആസ്പെക്റ്റ് ആണ്. അപ്പം അസസ്മെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് പർപ്പസ്, എന്തിനു വേണ്ടി നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തുന്നു, അതാണ് ബേസിക്കലി അസസ്മെൻറ്റ് പർപ്പസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലേ. സോ ഇത് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താ? ഇറ്റ് റിലേറ്റ്സ് ദി എഡ്യൂക്കേറ്റേഴ്സ് പർപ്പസ് വിത്ത് ദി അസസ്മെൻറ്റ്. എന്തിനു വേണ്ടി? ഇപ്പോൾ ആദ്യം നമ്മളൊരു അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ട അണ്ടർസ്റ്റാൻഡിങ് എന്താ, എന്തിനാണ് ഞാൻ ഈ അസസ്മെൻറ്റ് നടത്തുന്നത്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ അതാണ് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. സോ ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് റിലേറ്റ്സ് ടു ദി എഡ്യൂക്കേറ്റേഴ്സ് പർപ്പസ് വിത്ത് ദി അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ലിറ്ററസിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. വൈ ആൻ അസസ്മെൻറ്റ് ഈസ് ബീങ് യൂസ്ഡ്, അല്ലെങ്കിൽ ഇത് ഗ്രേഡിങ്ങിനാണോ, അല്ലെങ്കിൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനാണോ, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ടാണോ? അപ്പോൾ എന്താണ് ഒരു എഡ്യൂക്കേറ്ററിൻ്റെ സ്പെസിഫിക് ഗോൾ, ഫണ്ടമെൻ്റലി എന്താണ് ഗോൾ എന്നുള്ളത് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലേക്കും പോവാം. അടുത്ത നോക്കിയാൽ വാട്ട് ടു അസസ് അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് പർപ്പസ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് പർപ്പസ് എന്ന് മനസ്സിലായി. അപ്പോൾ പർപ്പസിനനുസരിച്ച് നമ്മൾ എന്താണ് അസസ് ചെയ്യേണ്ടത്, വാട്ട് ടു അസസ് എന്നുള്ളതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈങ് സ്പെസിഫിക് കോണ്ടന്റ്, എന്ത് സ്കില്ല് നമ്മൾ ഇവിടെ അസസ് ചെയ്യണം, എന്ത് ലേണിംഗ് ഔട്ട്കം ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടേണ്ടത്, ഇതാണ് ബേസിക്കലി നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം? ഓപ്ഷൻ 4 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം അല്ലെ. അസോസിയേറ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ഡീപ്പ് റൂട്ടഡ് ഇൻ ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ദ ചോയ്സ് ഓഫ് വാട്ട് ടു അസസ്, അതാണ് ബേസിക്കലി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നോക്കിയാൽ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ നമുക്ക് പ്രാക്ടിക്കൽ അസസ്മെൻറ്റ് എന്ന് വിളിക്കാം. പ്രാക്ടിക്കൽ അസസ്മെൻറ്റ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, ഇവിടെ എന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇവരുടെ സ്റ്റുഡൻറ്റ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ഏരിയ അസസ് ചെയ്യാൻ, എഫക്റ്റീവ്ലി അസസ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നോളജ് ഇതൊക്കെ അസസ് ചെയ്യാനായിട്ട് എന്ത് തരത്തിലുള്ള ടൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ സി നമുക്ക് എന്തായിട്ട് അസോസിയേറ്റ്, ഓപ്ഷൻ 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ആൻ എഡ്യൂക്കേറ്റർ അസസ്സസ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് കോണ്ടന്റ് സ്പെസിഫിക് നോളജ്, അതാണ് ബേസിക്കലി അവിടെ
ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻറ് ലേണിംഗ് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇനി ഡി ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ആക്ഷൻ ടേക്കിംഗ്. ഇതിനെ നമുക്ക് എഡ്യൂക്കേറ്റേഴ്സ് ഇൻറ്റൻഷൻ എന്ന് വിളിക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ദി സെൻസ് ഓഫ് അസസ്മെൻറ്റ് റിസൾട്ട്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, അതെങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫേസിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ആക്ഷൻ ടേക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് ഓപ്ഷൻ 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് ഇൻറ്റൻഷൻ എന്ന് നമ്മളിതിനെ വിളിക്കാം. എഡ്യൂക്കേറ്റേഴ്സ് ഇൻറ്റൻഷൻ വിത്ത് അസസ്മെൻറ്റ് ഡേറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബേസിക്കലി വരുന്നത് എങ്ങനെയാണ് ഒരു എഡ്യൂക്കേറ്റർ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്ന ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ആൻഡ് അതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്സ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേറ്റർ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ വാട്ട് ആക്ഷൻസ് ദേ ടേക്ക് ബേസ്ഡ് ഓൺ ദീസ് ഡേറ്റ ആൻഡ് ഓൾസോ ദിസ് നെക്സ്റ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ആക്ഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻറ്റൻഷൻസ് ഫോർ യൂസിങ് ദ ഡേറ്റ, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേറ്ററിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഇൻറ്റൻഷൻ്റെ ബേസിസിലായിരിക്കും അദ്ദേഹം ആ ഒരു പെർട്ടിക്കുലർ അസസ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷണലായിട്ടുള്ള ചില ഡിസിഷൻസ് അവരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇവരെ ഇനി എങ്ങനെ മുമ്പോട്ടേക്ക് പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കാനാണെങ്കിൽ ഓരോ കാര്യത്തിനും ഓരോ ഒബ്ജക്റ്റീവിനും ആ അസസ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് ഡിഫറൻസസ് ഉണ്ടാവും. റൈറ്റ്. അപ്പം ആ ഇൻറ്റൻഷന് ബേസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേറ്ററിൻ്റെ ഇൻറ്റൻഷൻസിൻ്റെ ബേസിസിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റേനെ, ആ ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ബേസിസിൽ വി ആർ ടേക്കിംഗ് ആക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് കോമ്പിനേഷൻ എന്താ, A is 3, B is 4, C is 1 and D is 2. So the right answer is option A. Alright, so ഈ വീഡിയോയിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്ന് ജൂൺ 2025 എക്സാമിൽ വന്നിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാമ്പിളായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്തത്. ഓഫ്കോഴ്സ് ഇതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് ഏരിയാസ് നമ്മൾ കണ്ടു, അതോടൊപ്പം തന്നെ കുറേ പുതിയ ആശയങ്ങളും നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഓരോ എക്സാമിനും വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ ന്യൂ എക്സാം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓഫ്കോഴ്സ് എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ്ലി ചോദിച്ച് പോകുന്ന ഏരിയാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ വളരെ റെലവൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നതും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.